വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമൽ. നമ്മളിന്ന് കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രേപ്പ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തീസ് അല്ലെങ്കിൽ ഗൗൺ എന്ന് പറയാം. നല്ലൊരു ടോപ്പ് അനാർക്കലി ടൈപ്പ് ടോപ്പിൻ്റെ കളക്ഷൻ, ഫുള്ളി ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. 4 ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് വീഡിയോ ആണ് ഇത്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 to 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഡെസ്പാച്ച് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ സെറ്റ്സ് നമ്മൾ ഡെയിലി ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റ്സിൽ വന്നിട്ടുള്ള സെറ്റ്സിൻ്റെ സെയിം ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചേക്കുന്ന റൈറ്റാണ്. പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്കാണ്, അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യുന്നവർ ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 4 ഡേയ്സ് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ 4 ഡേയ്സ് കഴിഞ്ഞാൽ ഇത് സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള 25 to 30 ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അത്യാവശ്യമുള്ളൊരു ബുക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളവർക്ക് മാത്രം ബുക്ക് ചെയ്യുക. കാരണം ആ ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് ചെയ്ത് വരണമെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഫാബ്രിക് ചെയ്യിപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. ഫസ്റ്റ് ടോപ്പ് വരുന്നത് റെഡാണ് ഷെയ്ഡ്. ഫുൾ ആ ഒരു ബാത്തിക് പ്രിൻറ്റ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സെറ്റ്. ഇത് പ്യുവർ ഫോമിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈ വാഷ് ചെയ്യാമെങ്കിൽ മാക്സിമം ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ക്രേപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ചെറിയൊരു ഷ്രിങ്കിങ്, നമ്മൾ ചെറിയൊരു ലൂസ് ഇട്ടിട്ട് തന്നെ ഇത് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഷ്രിങ്കിങ് വരുന്നതുകൊണ്ട് നമ്മുടെ ഇൻ ഹൗസിലുള്ള പ്രൊഡക്ഷനാണ്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഫുൾ പാനൽസ് ആയത് ചെയ്തേക്കുന്നത്. താഴെ വരെ നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ള പാനൽസാണ്. റേറ്റ് വരുന്നത് 1549 ആണ് റേറ്റ്. പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്കാണ്. വീനക്ക് സിംപ്ലി വീനക്ക് കൊടുത്തിട്ട് നല്ല അത്യാവശ്യം ഡെപ്തിലുള്ള വീനക്ക്, ചെറിയ മിറർ വർക്ക്, റിയൽ മിറേഴ്സാണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സിൽ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നത്. സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ആൻഡ് ഫുൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ലോങ് ആയിട്ടുള്ള ടോപ്പാണ്. നിങ്ങൾക്ക് വിത്തൗട്ട് ബോട്ടം വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പ്. ഇതിൻ്റെ 38 to 46 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രീ ബുക്കിംഗ് ആണ്. 1549 ആണ് റേറ്റ്. 25 to 30 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. വിത്ത് ലൈനിങ് ആണ്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ആയിട്ടേക്കുന്നത്. ഫുൾ പാനൽസ് അറിയാമല്ലോ, ഈ ഫാബ്രിക്കിൽ പാനൽസൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും പാടാണ്. നമ്മുടെ പാനൽ കട്ടിങ് നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. ഫുൾ ലോക്ക് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തി. യോക്ക് വരെ എല്ലായിടത്തും ഫുൾ ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. യോക്ക് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പാനൽസാണ്. ബാക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിനും ലൈനിങ് വെച്ചിട്ടുണ്ട്. വീനക്ക് പാറ്റേൺ, ചെറിയ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. 1549 ആണ് റേറ്റ് വരുന്നത്. 38 to 46 സൈസ് വരെയാണ് അവൈലബിൾ. പ്രീ ബുക്കിംഗ് ആണ്. നോക്കിയിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അല്ലെങ്കിൽ ബർഗൻഡി ഷെയ്ഡ് എന്ന് പറയാം. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കാണാനായിട്ട്. ഇത് വീനെക്ക് പാറ്റേണിൽ മിറേഴ്സ് ചെയ്തിട്ട് പിന്നെ യോക്കിൽ സ്കാറ്റർ ചെയ്തിട്ട് മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയി. സ്കാറ്റർ ചെയ്തിട്ട് മിറേഴ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര അടിപൊളി പാറ്റേൺ ആണ്. നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ സിംപ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ. ലൈനിങ് സ്ലീവ്സിലും വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലെയർഡായിട്ട് പാനൽ കട്ടിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. 1549 ആണ് റേറ്റ്. അടിപൊളി പാറ്റേൺ ആണ്. 38 to 46 സൈസാണ്. പ്രീ ബുക്കിംഗ് ആണ്. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. നമ്മുടെ ഇൻ ഹൗസിൽ നിന്നുള്ള പ്രൊഡക്ഷനാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ലാസ്റ്റ് കൊണ്ട് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. 4 നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. സെയിം പാനൽസ് വന്നിട്ടുള്ള ഫുൾ പാനൽ കട്ടിങ്ങിലാണ് വന്നേക്കുന്നത്. യോക്ക് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. വീനക്കിൽ മിറർ വർക്കും സ്കാറ്റർ ചെയ്തിട്ട് യോക്കിൽ ചെറിയ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് സ്ലീവ്സും വന്നേക്കുന്നത്. ഫുള്ളി ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. 1549 ആണ് റേറ്റ്. നല്ല ഫ്ലെയറിലാണ് വന്നേക്കുന്നത്. കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അറിയില്ല. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് എല്ലാ ഏജുകാർക്കും എല്ലാ ഷേപ്പുള്ളവർക്കും ഇടാൻ പറ്റുന്നൊരു കുർത്തിയാണ്. നല്ല ലോങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ സിംപ്ലി നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാനും പറ്റും. കംഫർട്ടബിളാണ്. ഈ ഫാബ്രിക് നല്ല കംഫർട്ടബിളാണ്. നിങ്ങൾ ക്രേപ്പ് സെറ്റ്സ് യൂസ് ചെയ്തിട്ടില്ലേ, അതേ ഫീൽ തന്നെയുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ യൂസ് ചെയ്ത് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. 38 to 46 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 36 നമ്മൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ് ആടി. പ്രീ ബുക്കിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അത് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള 25 to 30 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് ഡെസ്പാച്ച് ചെയ്യുന്നത്. അടിപൊളി പാറ്റേൺ ആണ്. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. 46 ഒക്കെ എപ്പോഴും കുറേ പേര് ചോദിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് ദ വീഡിയോ.
നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.